നമസ്കാരം. മലയാളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചോർത്ത് നമ്മൾ ലജ്ജിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ദൃശ്യമാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായിരുന്നാലും അവരുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് മലയാളികൾ ചിന്തിക്കണം. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഓരോ വ്യക്തികളും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കാര്യകാരണ സഹിതം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ, അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, വിശ്വാസ്യതയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ. അതുപോലെയല്ല മലയാളത്തിലെ മുൻനിര ചാനലുകളും മാധ്യമങ്ങളും ഒന്നും ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. ആ നിലപാട് മാറിക്കൊണ്ടേയിരിക്കും. അത് ഇന്നൊരു നിലപാടാണെങ്കിൽ അത് നാളെ മറ്റൊരു നിലപാട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയെയും ഭാര്യയെയും ചെറുമകനെയും മകളെയും ഒക്കെ വിളിച്ചിരുത്തി ഒരു സ്റ്റാർ ഇൻ്റർവ്യൂ എന്ന മട്ടിലാണ് അന്ന് ഏഷ്യാനെറ്റ് ഈ ഒരു അഭിമുഖം അവതരിപ്പിച്ചത്. ഇതോടുകൂടി പിണറായി വിജയൻ ചെയ്ത സകല കാര്യങ്ങളും ജനങ്ങൾ മറന്നു. ഇതൊരു മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഒക്കെ അഭിമുഖം നടത്തുന്ന തലത്തിലേക്ക് സിന്ധു സൂര്യകുമാർ ആ ഒരു അഭിമുഖത്തെ കൊണ്ടുവന്നു. ആ ഒരു അഭിമുഖം ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. പിണറായി വിജയന് വളരെ വലിയ ഗുണം ചെയ്തൊരു അഭിമുഖം കൂടിയായിരുന്നു ആ സിന്ധു സൂര്യകുമാർ നടത്തിയ ഒരു അഭിമുഖം. അതിൻ്റെ ഫലം അവർക്ക് കിട്ടി. പിന്നീട് പോക്സോ കേസിലൊക്കെ പെട്ട്, പോക്സോ കേസ് എന്ന് ഉദ്ദേശിച്ചത് വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പോക്സോ കേസിലൊക്കെ അവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും കേസ്, FIR, അറസ്റ്റ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ പോക്സോ കേസ് ഉണ്ടായിട്ട് പോലും ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുള്ള നടപടികളോ ഒന്നും അവർ നേരിടേണ്ടി വന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു നിലപാടല്ല ഇപ്പോഴത്തേത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും അടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റി വാഴ്ത്തിപ്പാടുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഹർജിയൊക്കെ, അതായത് ലോകായുക്തയിൽ നിലനിന്നിരുന്ന ഹർജിയും അത് സംബന്ധിച്ച് പിന്നീട് പിണറായി വിജയൻ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ കൊണ്ടുവന്ന ബില്ലുകളുമൊക്കെ പലതവണ നമ്മുടെ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. എന്നാൽ അന്നുള്ള ഒരു നിലപാടല്ല ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് എന്ന് ഈ വീഡിയോ തെളിയിക്കും. CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല. അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ്. രണ്ടു പ്രളയങ്ങളിൽ, മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനാ ഒന്നിച്ചെന്നിറങ്ങുമല്ലേ എന്നൊരാർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാരനടക്കം കൈയോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അധമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത്. അത് പൊറുക്കാവതല്ല. ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതി എന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂരൊരു ജനാർദ്ദനൻ. വർഷങ്ങളോളം ബീഡി തീർത്ത കൈകൊണ്ട് കൈവിറയ്ക്കാതെ കൊടുത്തത് ആകെ സമ്പാദ്യം 2 ലക്ഷം. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആകെ വരുമാന മാർഗമായി ആടിനെ വിറ്റു, കൊടുത്തു 5510. വിഷുക്കൈനീട്ടം കിട്ടിയ പണം അത്രയും കൊടുത്ത് മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു 11കാരനുണ്ടെന്ന് കണ്ണൂരിൽ. കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടിച്ചിയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്ക് വിശ്വസിച്ചവരാണ്. ഏജന്റുമാരും ഇടനിലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിന് താഴെ അധമശൃംഖലയായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം. കേരളം ഞെട്ടിയൊരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ടത്, ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ്. 20 കോടി 12 ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്തനെ മാത്രം വകുപ്പ് തല ബലി കൊടുത്തൊരു പോലെ ഉടായ്പ അന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്ക പൊട്ടിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണ് ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈദയും ഇനി ആടിനെ വിൽക്കില്ല. പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ട് നാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറിയത് സ്വമേധയാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് ഒരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ, ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളമിറങ്ങി മരിക്കില്ല. കേട്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് തന്നെയാണ് ഹാഷ്മി പറയുന്നത്. അന്ന് ഇത് കേട്ട് കൈയടിക്കാൻ ആളുണ്ടായിരുന്നു. ഹാഷ്മിക്കെതിരെ ആരും കേസെടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് ഈ മാധ്യമങ്ങളുടെ ഒന്നും നിലപാട് ഇതല്ല. അവരുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമാണ് എന്നുള്ളതാണ്. ഇതിന് തുടക്കമിട്ടത് ഈ ഒരു ദുരന്തമുണ്ടായി, വയനാട് ദുരന്തമുണ്ടായതിൻ്റെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാതൃഭൂമി ചാനൽ പുറത്തുവിട്ട ഒരു വീഡിയോയാണ്. ഒരു വനിതാ റിപ്പോർട്ടറാണ് ആ വീഡിയോ അവതരിപ്പിച്ചത്. ആ വീഡിയോ കാണുന്ന ആർക്കും തോന്നും, എൻ്റെ ദൈവമേ, ഇത്രയും ഞങ്ങൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് ആ ഒരു വനിതാ റിപ്പോർട്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വെള്ള പൂശിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ചെയ്തത്.
അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ എല്ലാം നിലപാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പിന്നെ വളരെ പവിത്രമാണ്, അത് സുതാര്യമാണ് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരെന്തുകൊണ്ടാണ് HRDS ഇന്ത്യ, അതൊരു NGO ആണ്, ഞങ്ങൾ ഇന്നലെ അതേക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. HRDS ഇന്ത്യ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീട് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകി. അതോടൊപ്പം തന്നെ അവിടെ ആരാധനാലയങ്ങളും സ്റ്റേഡിയവും സ്കൂളും ഉൾപ്പെടെ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ പ്രപ്പോസൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് അധിക വരുമാനം കണ്ടെത്താനായി ഒരു അതിഥി മുറിയും അതോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാമെന്ന് HRDS രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നതുവരെ നമ്മുടെ ഒരൊറ്റ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ, അതായത് ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്ത സ്ഥലത്തെ വീടുകൾ മുഴുവൻ ഒലിച്ചു പോകുന്നു, ഏകദേശം 450-ലേറെ പേർ മരണപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു NGO മുഴുവൻ വീടുകളും സാധാരണ എല്ലാ വീടുകളും നിർമ്മിക്കുന്ന അതേ നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളായ സ്കൂളും ആരാധനാലയങ്ങളും ഉൾപ്പെടെ സ്റ്റേഡിയവും കളിസ്ഥലവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് ഒരു NGO പറയുമ്പോൾ ആ വാർത്ത മൂടി വെച്ചുകൊണ്ട് എന്ത് മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് എന്നുകൂടി അവർ വ്യക്തമാക്കിയാൽ കൊള്ളാം.